Hey all, welcome back my YouTube channel SCRT classes. So today we learned about പ്ലവക്ഷമ ഫലം അല്ലെങ്കിൽ ബോയാന്റ് ഫോഴ്സ്. ഈ ചാപ്റ്ററാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. 5ാമത്തെ ചാപ്റ്ററാണ്. അപ്പോൾ നമുക്ക് പാഠഭാഗത്തേക്ക് കിടക്കാം. ഈ പാഠത്തിലേക്ക് കടക്കുമ്പോൾ ഈ ഫസ്റ്റ് പേജിൽ തന്നെ ഒരു കുട്ടി ആ ഒരു കപ്പലിനെ നോക്കിയിരിക്കുന്നത് കാണുന്നുണ്ട്. അപ്പോൾ ഈ കുട്ടി ഇങ്ങനെ ആലോചിക്കുകയാണ്, വളരെ കുറഞ്ഞ ഭാരമുള്ള ഇരുമ്പാണി പോലും നമ്മൾ ജലത്തിൽ മുക്കിക്കഴിഞ്ഞാൽ അത് താന്നു പോകും അല്ലേ? എന്നാൽ ടൺ കണക്കിന് ഭാരമുള്ള കപ്പൽ എങ്ങനെയാണ് സമുദ്രജലത്തിൽ പൊങ്ങിക്കിടക്കുന്നതെന്ന് ഈ കുട്ടിക്ക് തോന്നിയ പോലത്തെ സംശയങ്ങളൊക്കെ നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടാകും അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്കൊരു പരീക്ഷണം ചെയ്ത് നോക്കിയാലോ? അതിനുവേണ്ടി ഒരു ബക്കറ്റ് എടുത്ത് അതിൽ 3/4 ഭാഗം വെള്ളം നിറയ്ക്കുക. അതിലേക്ക് ഒരു കാലി കുപ്പി മുക്കി നോക്കുക. മുക്കി നോക്കിക്കഴിഞ്ഞാൽ അത് മുകളിലേക്ക് പൊന്തി വരുന്നതായി കാണാം. അതായത് ഒരു വസ്തു പൂർണ്ണമായോ അല്ലെങ്കിൽ ഭാഗികമായോ ഒരു ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ ആ വസ്തുവിൽ ദ്രവം മുകളിലേക്ക് പ്രയോഗിക്കുന്ന ഫലമാണ് പ്ലവക്ഷമ ഫലം അല്ലെങ്കിൽ ബോയാന്റ് ഫോഴ്സ്. നെക്സ്റ്റ് നമ്മൾ ഈ നോക്കാൻ പോകുന്നത് എന്താണ് ആർക്കിമിഡീസ് തത്വം. ഈ ചിത്രത്തിൽ നമുക്ക് എന്താണ് കാണാൻ സാധിക്കുന്നത്? 3 ഗ്ലാസ് ഉണ്ട് അല്ലേ? അതിൽ ആദ്യത്തെ ഗ്ലാസ്സിൽ ഒരു വിരലിട്ടപ്പോൾ വെള്ളം ഒന്നും സംഭവിച്ചില്ല, അതേപോലെ നിന്നു. 2 വിരലിട്ടപ്പോൾ കുറച്ചൊന്ന് ഉയർന്നു വെള്ളത്തിൻ്റെ അളവ്. മുഴുവൻ വിരലും വെള്ളത്തിലേക്ക് ഇട്ടപ്പോൾ, അതായത് നമ്മുടെ ഒരു കൈ മൊത്തത്തിൽ വെള്ളത്തിലേക്ക് ഇട്ടപ്പോൾ വെള്ളം പുറത്തേക്ക് തുളുമ്പിയതായിട്ട് കാണാം. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിച്ചത്? അതായത് ഒരു വസ്തു ദ്രവത്തിൽ പൂർണ്ണമായോ ഭാഗികമായോ മുങ്ങിയിരിക്കുമ്പോൾ ആ വസ്തുവിൽ ദ്രവം പ്രയോഗിക്കുന്ന പ്ലവക്ഷമ ഫലം വസ്തു ആദേശം ചെയ്യുന്ന ദ്രവത്തിൻ്റെ ഭാരത്തിന് തുല്യമായിരിക്കും. ഇതാണ് ആർക്കിമിഡീസ് തത്വം. അടുത്തതായി നിങ്ങളുടെ പാഠഭാഗത്ത് ഇങ്ങനെയൊരു ചിത്രം കാണാൻ സാധിക്കും. എന്താണ് ഹൈഡ്രോമീറ്റർ? ദ്രാവകങ്ങളുടെ ആപേക്ഷിക സാന്ദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഹൈഡ്രോമീറ്റർ. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ലാക്ടോമീറ്ററിനെ കുറിച്ചാണ്. എന്താണ് ലാക്ടോമീറ്റർ? പാലിൻ്റെ ആപേക്ഷിക സാന്ദ്രത അളക്കുന്നതിനായി ഉപയോഗിക്കുന്ന ഉപകരണമാണ് ലാക്ടോമീറ്റർ. ഇനി അടുത്ത ചാപ്റ്ററിലേക്ക് പോയാലോ? പ്രവൃത്തിയും ഊർജവും. ഈ പാഠഭാഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ 2 കുട്ടികളെയാണല്ലേ നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൽ ഒരു കുട്ടി പറയുന്നു, വൻതോതിൽ വൈദ്യുതി ഉൽപ്പാദിക്കുന്നത് ഡാമിലെ ഈ ജലം ഉപയോഗിച്ചാണ്. അപ്പോൾ മറ്റേ കുട്ടി പറയാണ്, ഇത്രമാത്രം ഊർജം ജലത്തിന് എങ്ങനെയാണ് ലഭിക്കുന്നത്? ഇതുപോലെയുള്ള സംശയങ്ങൾ നിങ്ങൾക്കും ഉണ്ടാകാറില്ലേ? ഇതിൻ്റെ താഴെയായി 4 ചിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ 1ാമത്തെ ചിത്രം ശ്രദ്ധിച്ചേ. ലോറിയിലേക്ക് ഒരാൾ ചുമട് കയറ്റുകയാണല്ലേ? ഇവിടെ അയാൾ ബലം പ്രയോഗിച്ച വസ്തു എന്താണ്? ചുമടാണ്. വസ്തുവിന് സ്ഥാനാന്തരം സംഭവിച്ചു അല്ലേ? ബലം പ്രയോഗിച്ച ദിശയിൽ വസ്തുവിന് സ്ഥാനാന്തരം ഉണ്ട്. അയാൾ ആ ചുമടെടുത്ത് കോണി കയറുമ്പോൾ ആ വസ്തുവും മുകളിലോട്ട് പോകുന്നുണ്ട്. അതാണ് സ്ഥാനാന്തരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എങ്കിൽ 2ാമത്തെ ചിത്രം ശ്രദ്ധിച്ചേ. അതിലൊരു കുട്ടി വലിയ പാറക്കഷണം തള്ളി നീക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ബലം പ്രയോഗിക്കപ്പെട്ട വസ്തു എന്താണ്? പാറയാണെന്ന് നമുക്കറിയാം. വസ്തുവിന് സ്ഥാനാന്തരം സംഭവിച്ചോ? കുട്ടി പാറക്കല്ല് നീക്കുമ്പോൾ അത് നീങ്ങുന്നുണ്ടോ? ഇല്ല. വസ്തുവിന് സ്ഥാനാന്തരം സംഭവിച്ചില്ല. ബലം പ്രയോഗിച്ച ദിശയിൽ വസ്തുവിന് സ്ഥാനാന്തരം ഉണ്ടോ ഇല്ലയോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ പ്രവൃത്തി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നോക്കിയാലോ? ഒരു വസ്തുവിൽ ബലം പ്രയോഗിക്കുകയും അതുമൂലം വസ്തുവിന് ബലത്തിൻ്റെ ദിശയിൽ സ്ഥാനാന്തരം സംഭവിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ബലം വസ്തുവിൽ പ്രവൃത്തി ചെയ്തതായി കണക്കാക്കാം. പ്രവൃത്തി എങ്ങനെയാണ് കണ്ടെത്തുക? പ്രവൃത്തി = ബലം × സ്ഥാനാന്തരം. അതായത് വർക്ക് = ഫോഴ്സ് × ഡിസ്പ്ലേസ്മെൻറ്റ്. പ്രവൃത്തി 3 തരത്തിലുണ്ട്. 1 പോസിറ്റീവ് പ്രവൃത്തി, 2 നെഗറ്റീവ് പ്രവൃത്തി, 3 സീറോ പ്രവൃത്തി. നെക്സ്റ്റ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഊർജത്തെക്കുറിച്ചാണ്. നിങ്ങൾക്ക് പരിചിതമായ ഊർജ്ജരൂപങ്ങൾക്ക് ഉദാഹരണം എഴുതൂ. വൈദ്യുതോർജം, യാന്ത്രികോർജം, താപോർജം. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഊർജം. ഇതിൽ യാന്ത്രികോർജത്തെക്കുറിച്ച് പഠിച്ചാലോ? വസ്തുക്കൾക്ക് ചലനം മൂലമോ സ്ഥാനം മൂലമോ കോൺഫിഗറേഷൻ മൂലമോ ലഭിക്കുന്ന ഊർജമാണ് യാന്ത്രികോർജം. യാന്ത്രികോർജം പ്രധാനമായും 2 തരത്തിലുണ്ട്. 1 സ്ഥിതികോർജം, 2 ഗതികോർജം. എന്താണ് സ്ഥിതികോർജം? പൊട്ടൻഷ്യൽ എനർജി. വസ്തുക്കൾക്ക് സ്ഥാനം മൂലമോ കോൺഫിഗറേഷൻ മൂലമോ ലഭിക്കുന്ന ഊർജമാണ് സ്ഥിതികോർജം. എന്നാൽ ഗതികോർജം എന്താണെന്ന് നോക്കിയാലോ? ചലനം മൂലം വസ്തുക്കൾക്ക് ലഭിക്കുന്ന ഊർജമാണ് ഗതികോർജം. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ക്ലാസ്. സോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യുക.